പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പ്രിയപ്പെട്ട മക്കളെ, അത്ഭുത അൽത്താരയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നോക്കി സാധിക്കുന്നവര് വലതുകരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അവിടുന്ന് സന്നിഹിതനാണ് എന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിശാചിനെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ അവിടുന്ന് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, ഇതിൻ്റെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സുകളിൽ പ്രാർത്ഥന എഴുതിയിടുന്ന, ലോകം മുഴുവനും നിന്ന് പ്രാർത്ഥനകൾ എഴുതിയിടുന്ന, ഇങ്ങോട്ട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ കോൺവെന്റ് റോഡ് കോഴിക്കോട് എന്ന അഡ്രസ്സിൽ അപേക്ഷകളൊക്കെ എഴുതി അയക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരുപാട് യുവതിയുവാക്കന്മാർ യേശുവിൽ നിന്ന് അകലുന്നു, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകലുന്നു. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയി തങ്ങളുടെ മക്കളോടൊപ്പം കുറച്ചുനാൾ താമസിച്ച് മടങ്ങി വരുന്ന അനവധി മാതാപിതാക്കൾ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് തിരികെ വരുന്നത്. അച്ഛാ, ഞങ്ങളവരെ വളർത്തിയത് വചനം കൊടുത്താണ്, കുടുംബ പ്രാർത്ഥനയെ പങ്കെടുപ്പിച്ചാണ്, അവരെ ദൈവത്തെ കൊടുത്താണ് വളർത്തിയത്. എന്നാൽ അവരുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്നില്ല. ദൈവത്തിനേക്കാൾ പ്രാധാന്യം, സഭയേക്കാൾ പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യം അവർ നൽകുന്നത് മറ്റു പലതിനുമാണ്. അച്ഛാ, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പിശാചിൻ്റെ വലിയൊരു ആക്രമണമാണിത്. പിശാച് യൂറോപ്പിലെ സഭകളെ, കുടുംബങ്ങളെ തകർത്തത് അവരിൽ നിന്ന് ദൈവത്തിൻ്റെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതം എടുത്തു കളഞ്ഞുകൊണ്ടാണ്. അവർ സുഖിക്കുക, തിന്നുക, ആസ്വദിക്കുക, ഇതിനടിമപ്പെട്ടു പോയി. അവരുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ അടക്കപ്പെട്ടു പോയി. അവർ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും, പക്ഷേ അവർക്ക് കഴിവുണ്ടാകും, പക്ഷെ അവർക്ക് ജ്ഞാനം നഷ്ടപ്പെടും. ഇതുമൂലം പലർക്കും അവരുടെ മക്കളെ നിയന്ത്രിക്കാനാവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. വിദേശങ്ങളിൽ പെട്ടിരിക്കുന്ന പല നല്ല മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകുന്നതിനെ ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് സാത്താൻ്റെ വലിയൊരു കടന്നാക്രമണം. അവനറിയാം ഓരോ കുടുംബങ്ങളിൽ നിന്ന്, ഓരോ ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥന എടുത്തു മാറ്റിയാൽ, വിശ്വാസത്തെ എടുത്തു മാറ്റിയാൽ സാത്താന് വേഗം അവിടെ കയറാൻ പറ്റും. എന്നിട്ട് ചീത്ത കൂട്ടുകെട്ടുകളും ലഹരികളും എൻ്റെ സുഖം ഞാൻ അതിനടിമപ്പെടുത്തും അവൻ. എന്നിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റും. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകലുന്നവര് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവരെത്ര മേക്കപ്പിട്ട്, എത്ര സുന്ദരന്മാരും സുന്ദരിമാരാകാനായിട്ട് അവർ നോക്കിയാലും, അവര് മേക്കപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, അവരിലെ പൈശാചികത അവരുടെ കണ്ണുകളിലും മുഖത്തും വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന കാണാൻ പറ്റും. ഇത് അവരുടെ വീടുകളിൽ കാണാൻ പറ്റും. അവരുടെ ശ്രദ്ധ മുഴുവൻ സുഖിക്കുക, സുഖിക്കുക, സുഖിക്കുക. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും പിശാച് തെറ്റായ ബന്ധങ്ങളുമായിട്ട് കടന്നു വരിക, തെറ്റായ അരൂപികൾ അവിടെ കടന്നു വരിക. നമ്മുടെ അപ്പനും അമ്മയൊക്കെ പട്ടിണി പാവങ്ങളായിരുന്നു, പക്ഷെ അവർക്കുണ്ടായ ഒരു പ്രകാശം, അവർക്കുണ്ടായ ഒരു സന്തോഷം, അവർക്കുണ്ടായ ഒരു ആശ്വാസം പല കുടുംബങ്ങളിലുമില്ല. പലരുടെയും ഹൃദയം പൊട്ടക്കിണർ. കാരണം അവിടെ ദൈവകൃപ നിറയുന്നില്ല, പൊട്ടക്കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല. ഇതുപോലെയാണ് പലരുടെ ഹൃദയം. ഇത് അവരെ ചെറിയ കാര്യങ്ങൾക്ക് ഇവരെ കോപിഷ്ഠരാക്കും, വെറുപ്പുള്ളവരാക്കും, അഹങ്കാരികളാക്കും. സമ്പത്തുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, സ്വസ്ഥതയുണ്ടാവില്ല,
ദൈവത്തെ, കർത്താവിനെ മറന്ന് ജീവിക്കുന്നതാണ് പിശാചിൻ്റെ ആക്രമണം. അതൊരു വലിയ ബന്ധനമാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ പോലും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഈശോയുടെ രൂപം കാണുമ്പോൾ തമ്പാച്ചി, തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ നോക്കും. ഇന്ന് പലരുടെ കുഞ്ഞുങ്ങൾ തമ്പുരാനെ കാണുമ്പോൾ അവർക്ക് ഭയം തോന്നുക. വിദേശ രാജ്യങ്ങളിൽ മറ്റു മതസ്ഥയിൽപ്പെട്ട പിള്ളേർ അവിടെ വരുമ്പോൾ അവർക്ക് കുരിശിനെ കാണുമ്പോൾ ഭയമാണെന്ന് പറഞ്ഞ് പല കത്തോലിക്ക രാജ്യങ്ങളിൽ നിന്ന് കുരിശെടുത്ത് മാറ്റി, ക്രൂശിത രൂപം എടുത്ത് മാറ്റി. യഥാർത്ഥത്തിൽ ക്രൂശിത രൂപം കാണുമ്പോൾ ഭയപ്പെടുന്നതാരാ? സാത്താനാണ് ഭയപ്പെടുന്നത്, പിശാചാണ് ഭയപ്പെടുന്നത്. സാത്താനെ കാണുമ്പോൾ അവർക്ക് ഭയമാണ്. അപ്പം നമുക്കറിയാം, ഞാനിപ്പോൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ പലർക്കും കൺവെൻഷൻ പങ്കെടുക്കാൻ പറ്റൂല. ഇപ്പം നമ്മുടെ ഇടവക പള്ളിയിലൊക്കെ ചിലർക്ക് കുർബാനയ്ക്ക് വരാൻ പറ്റില്ല. അവർ വരാൻ പറ്റാത്തതിന് കാരണം അവരെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. ദൈവീക പിശാച് ബാധയുടെ ലക്ഷണങ്ങളാണ്. ദൈവീക കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല, വചനം വായിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, ദൈവിക കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധിയോടെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും? നെഗറ്റീവ് ചിന്തകൾ കൊടുക്കും, വിമർശന ചിന്തകൾ കൊടുക്കും. ചെറിയ തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് യഥാർത്ഥത്തിൽ അവൻ്റെ ആത്മാവിനെ സാത്താൻ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് മുകളിലേക്ക് വരുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പണമുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ടെന്ന് കരുതും. പക്ഷെ സ്വസ്ഥതയുണ്ടാവില്ല. ടെൻഷനാ, ആകുലതകളാ, ഭയമാ, അകാരണ ഭയം, അകാരണ ദുഃഖം, വിഷാദം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവര് കുടുംബ തകർച്ചയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ മദ്യം, ലഹരി, കഞ്ചാവ് ഇതിലടിമപ്പെട്ടു പോകുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരുടെ മുമ്പിൽ പിന്നെ ആത്മഹത്യ, വിഷാദരോഗമാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ കുടുംബങ്ങളെ തകരുന്നത്. ഇതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ഈശോയ. ദിവ്യകാരുണ്യ ഈശോ. നിങ്ങളിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ കൂടോത്രങ്ങളും അസൂയകളും ശാപങ്ങളും മന്ത്രവാദങ്ങളും തകിടുകൾ ശക്തിപ്പെടുന്നത്. ദൈവ സ്നേഹത്തിലാകുമ്പോൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ സാത്താനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രകൃതി വിരുദ്ധ ശക്തികളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ആത്മാവ് ജ്ഞാനം കൊടുക്കും, ബുദ്ധി കൊടുക്കും, ഓർമ്മശക്തി കൊടുക്കും, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ടെൻഷനും ആകുലതകളും വരുമ്പോൾ എത്രയോ പേരെ രോഗികളാകുന്നത്. രോഗം തന്നെ ഒരു പിശാച് ബാധയായി എത്രയോ കുടുംബങ്ങളിലുണ്ട്. ഇന്ന് മടങ്ങി വരേണ്ട ഒരു ദിവസമാണ്. യേശുവേന്ന് വിളിച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് സാത്താന് അടിമകളായിരിക്കുന്ന, ദുഷ്ടചിന്തകൾക്ക് അടിമകളായിരിക്കുന്ന, ഈ ലോകത്തിൻ്റെ അരൂപികൾക്ക് അടിമകളായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മോചിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 15, 16, 17 തിരുവചനങ്ങളാണ്. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അതായത് ഇങ്ങനെ ഒരു ദുഷ്ടത അവിടെ നിറഞ്ഞു നിൽക്കുക. ദൈവസ്നേഹം അവിടെ ഇല്ലാതാകുക. നോക്കിയേ, ദൈവം അവിടെ നിന്ന് മാറുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളാണ്. അനേകം പേർ അവനെ അനുഗമിച്ചു, എന്നാൽ അനേകം പേര് ക്രിസ്തുവിനെ അനുഗമിച്ചു. അവരെല്ലാം അവൻ സുഖപ്പെടുത്തി. നോക്കിക്കേ, ഈ ലോകത്തിൻ്റെ അരൂപികളിലൂടെ അല്ല കർത്താവിനെ നോക്കണം. നല്ല മനസ്സോടെ നമ്മുടെ കുടുംബത്തെ ഇന്ന് കർത്താവിന് കൊടുക്കുമ്പോൾ ഈശോ ഇന്ന് സൗഖ്യം കൊടുക്കുന്നുണ്ട്, ഡെലിവറൻസ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പറമ്പിനെ അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കുന്നുണ്ട്.
നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, അത്ഭുതങ്ങളുടെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, വിശ്വാസത്തിൻ്റെ ആത്മാവേ, സ്തുതിച്ച് 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 കെട്ടുകൾ പൊട്ടട്ടെ, ബാധകൾ ഒഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളോട്, അവരുടെ ശരീരത്തിൽ രോഗപീഠകളും അവരുടെ കുടുംബം തകർക്കുന്ന ബന്ധനങ്ങൾ, രോഗികളാക്കുന്ന ആത്മാവിനെ തകർക്കുന്ന ദുരാത്മാക്കളും ദുരാഗ്രഹങ്ങളും ദുഷ്ടാരൂപികളും ദുശീലങ്ങളും ദുഷ്പ്രവൃത്തികളും ദുഷ്ടശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ, അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ. എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസ് ഈ മക്കളുടെ ആത്മാവിനെയോ ശരീരത്തെയോ തൊട്ടു പോകരുതെന്ന് യേശുവിൻ്റെ അത്ഭുത നാമത്താൽ, അത്ഭുത ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Caccia via dall'oro le forze del male annientale, distruggere, perché questo popolo possono stare bene e operare bene. സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും 18-ാം തീയതി ഒഴിച്ച് ബാക്കി എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ ഇവിടെയുണ്ട്, കോഴിക്കോടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനും സൗകര്യമുണ്ട്. അന്ന് വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ ഈ ദേവാലയത്തിൽ വൈകുന്നേരം രാത്രി നടക്കുന്ന ശുശ്രൂഷ നിങ്ങളെല്ലാവരും വിളിക്കുക. തിരിച്ച് അച്ഛൻ വാഹനങ്ങൾ ഏർപ്പെടുത്തി നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ കൊണ്ടുപോയി ആക്കും. പ്രിയപ്പെട്ട മക്കളെ, അന്ന് അന്തോനിസ്സുന്യാളനോടുള്ള പ്രത്യേക പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ്. ജൂൺ 13-ാം തീയതി അന്തോനിസ്സുന്യാളൻ്റെ പെരുന്നാളാണ്. ഈ അത്ഭുത ദേവമാതാ കത്തീഡ്രൽ കാണാനും അന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ നടക്കുന്ന പെരുന്നാളിൽ പങ്കെടുക്കുവാനും കണ്ണൂർ രൂപതയുടെ സഹായമെത്രാൻ്റെ നേതൃത്വത്തിലാണ് അന്ന് തിരുനാൾ ഇവിടെ ഒരുങ്ങുന്നത്. ഊട്ടുനേർച്ച ഒരുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത ദേവാലയം, വിശുദ്ധ ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലെ വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും, അതോടെ വളരെ പ്രത്യേകം ജൂൺ 13-ാം തീയതി അന്തോനീസിനാളൻ്റെ പെരുന്നാൾ നടക്കുന്ന ദിവസവും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മെയ് 24-ാം തീയതി പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിൽ ഫോട്ട ആശ്രമത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു പെന്തക്കോസ്ത മഹോത്സവം രാവിലെ 10 മണിക്ക്. സാധിക്കുന്ന എല്ലാവരെയും ഫോട്ട ആശ്രമത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.